എന്നാലും നമ്മുടെ കണ്ണിന് പിടിക്കത്തില്ല കേട്ടോ. കാരണം തല എവിടെയാ കൈ എവിടെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ടി. എല്ലായിടത്തും ഓണാഘോഷമൊക്കെ കഴിഞ്ഞായിരിക്കും അല്ലേ. എന്നാലും കുഴപ്പമില്ല, ഇനി അമ്പലത്തിൽ പോകാമല്ലോ ഓണത്തിൻ്റെ തലേന്നും. അതായത് ഉത്രാടത്തിൻ്റെ അന്നും തിരുവോണത്തിനും അമ്പലത്തിൽ പോകാനായിട്ട് നമുക്ക് ഷർട്ടും അതുപോലെ തന്നെ ചുരിദാർ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്കൊരു കുഞ്ഞൊരു ഡിസൈൻ ചെയ്താലോ. ഞാൻ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് ഒരു ഷർട്ടിൽ വരയ്ക്കുന്നതാണ് കേട്ടോ. പക്ഷെ നമുക്കിത് ഷർട്ടിൽ മാത്രമല്ല, ടീഷർട്ടിൽ വരയ്ക്കാം, അതുപോലെ കുർത്താസിൽ വരയ്ക്കാം. ബ്ലാക്ക് കളർ അതുപോലെ മെറൂൺ കളർ അങ്ങനെ വെച്ചിട്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു ഏത് ഷർട്ടായാലും ചുരിദാറായാലും ഏതായാലും പ്ലെയിൻ കളറാണെങ്കിൽ നന്നായിട്ട് ഇറച്ചി നിൽക്കും. അപ്പം നമുക്കത് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ ഒരു ഡിസൈൻ ഞാൻ റീലിൽ കണ്ടതാണ് കേട്ടോ. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ മോൻ്റെ ഷർട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന്. അങ്ങനെ ഞാൻ ഇത് പേപ്പറിൽ വരച്ചെടുക്കാനായിട്ട് ചെയ്തത്. പ്രിൻ്റ് എടുക്കണം വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുക്കാം. സ്ക്രീൻഷോട്ട് എടുത്താണ് ഞാൻ വെച്ചിരുന്നത്. പക്ഷേ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്ക്രീൻഷോട്ട് അല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ സാധാരണ ഒരു പേപ്പറിൽ വരച്ചിട്ട് അത് നമ്മുടെ കാർബൺ പേപ്പറില്ലേ യെല്ലോ കളർ, അത് വെച്ചിട്ട് ഇതുപോലെ ഡ്രസ്സിലൊന്ന് പകർത്തി കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ലൈനൊക്കെ കറക്റ്റൊക്കെ വരും, എന്നാലും നമ്മുടെ കണ്ണിന് പിടിക്കത്തില്ല കേട്ടോ. കാരണം രാത്രിയൊക്കെ നമ്മൾ വരയ്ക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് എവിടെയാണ് വരച്ചത്, തല എവിടെയാ കൈ എവിടെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇരിക്കേണ്ടി വരും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരയ്ക്കാൻ പറ്റും. നമ്മൾ പകർത്തി വരച്ചതിൽ കൂടി പെൻസിൽ വെച്ചൊരു വര വരച്ച് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല വെയിലുള്ള സ്ഥലത്ത് പുറത്ത് സിറ്റൗട്ടിൽ അവിടെയൊക്കെ ഇരുന്ന് വരയ്ക്കുകയാണെങ്കിൽ ആ ഒരു കളറ് വരയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റും. അപ്പം ഞാനിവിടെ ചുണ്ടൻ വെള്ളത്തിന് ആദ്യം എടുത്ത കളറെന്ന് പറയുന്നത് ടിൻറ്റ് കളറില്ലേ, നമ്മുടെ സ്കിൻ ടോണിൻ്റെ കളറ്, ആ കളറാണ്. അതിന് ശേഷം ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ അടിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് തടിയിലൊരു ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മനുഷ്യന്മാർക്ക് അടിച്ചു കൊടുക്കുന്നത്, അതായത് നമ്മുടെ വള്ളം കളിക്കാർക്ക് അടിച്ചു കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ സ്കിന്നിൻ്റെ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. പിന്നെ തലയുടെ ആ ഒരു ഭാഗത്ത് ആദ്യം ഞാൻ കൊടുത്തില്ല, പിന്നെ ഞാൻ ഫുള്ളങ്ങ് തലയെല്ലാം സ്കിൻ കളർ വെച്ചിട്ട് അടിച്ചു കൊടുത്തു. അതിന് ശേഷം ആ മുടിയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കാനായിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഒരു കൈയും ആ ഒരു മുതുകിൻ്റെ ഭാഗമൊക്കെ ഒരു കുഞ്ഞ് ലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ബോഡിയുടെ ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മുണ്ട് എന്താണ് വൈറ്റ് കളറ് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ടൊരു ഷെയ്ഡ് വരുത്താൻ വേണ്ടിയിട്ട് ബ്ലാക്കും വൈറ്റും കൂടെ മിക്സ് ചെയ്തൊരു ഗ്രേ കളർ അടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ തെങ്ങൊക്കെ വരച്ചപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, സോറി. അങ്ങനെ ഇതെല്ലാം വരച്ച് കഴിഞ്ഞിട്ട് ഞാൻ പാടിയെടുത്ത് ചോദിച്ചു, ഇത് കൊള്ളാമോ, എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത്, അമ്മ അവർക്ക് തൊപ്പി വെച്ച് കൊടുത്തില്ല, അതുകൂടെ വരച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, തലയിൽ തൊപ്പിയല്ലല്ലോ, തോർത്ത് വരച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് എല്ലാവർക്കും തോർത്തൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ലാസ്റ്റ് ഞാൻ എല്ലാം നോക്കിയപ്പോഴത്തേക്ക് എവിടെയോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അതെവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എവിടെയാണെന്നുള്ളത്? ഒരാളുടെ തൊപ്പി പോലല്ല, സോറി, തോർത്ത് ചുറ്റിയിരിക്കുന്നത് തോർത്ത് പോലല്ല, പക്ഷേ വേറൊരു രീതിയിലാണ്. ഉണ്ണിയാർച്ച എങ്ങനെ തലയിട്ടുന്നത് അതുപോലെയാണ്. അത് ആരാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിച്ചോ? പറ എവിടെയാ? എന്തായാലും ഞാൻ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ആൾ തന്നെയാണ് കേട്ടോ. ആദ്യം ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും മിസ്റ്റേക്ക് വരുമല്ലോ, പിന്നെ എല്ലാതും റെഡി ആവുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു. അങ്ങനെ നമ്മുടെ വള്ളം ഇവിടെ റെഡി ആയിട്ടോ. എങ്ങനെയുണ്ട്, ഒരു വെറൈറ്റി അല്ലേ? അപ്പോൾ ഇതിവിടെ ഫിനിഷായി എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതല്ല, ഇച്ചിരി വലിയൊരു മിസ്റ്റേക്കാണേ. അപ്പോൾ ഞാനിതെല്ലാം വരച്ച് കംപ്ലീറ്റ് ആക്കിയൊക്കെ ഇരുന്നു. പക്ഷേ ആ ഒരു മിസ്റ്റേക്ക് ഞാൻ ശ്രദ്ധിച്ചതേ ഇല്ല. ഉണങ്ങട്ടെ എന്നൊക്കെ വിചാരിച്ച് ഞാനവിടെ വെച്ചിട്ടൊക്കെ പോയി. അങ്ങനെ എന്തായാലും പിന്നെ ഒരാളെ കാണിച്ചപ്പോഴത്തേക്കാണ് പറഞ്ഞത് ഈ സംഭവം എവിടെ എന്ന്. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ കണ്ടുപിടിച്ചോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഫിനിഷ് ചെയ്തിട്ട് അമ്പാടി സ്കൂളിലേക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ടുപിടിച്ചവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ടാറ്റാ.